ബുദ്ധിയുടെ ഒപ്പമുള്ള സംശയം എന്ന് പറയുന്ന ഒരു സംഭവം നിൽക്കുന്നുണ്ട്. കുണ്ഠതയുള്ളത് കൊണ്ട് വൈകുണ്ഠം കിട്ടാനുള്ള യോഗം നമുക്ക് കിട്ടില്ല. സംശയമാണ് നമ്മുടെ തലയിൽ. ഞാൻ പല പ്രഭാഷണങ്ങളും തമാശയ്ക്ക് പറയാറുണ്ട്, 27 ദിവസമാണ് ഭീമൻ തല്ലുകൊണ്ടത് ജരാസന്ധനെ. 27 ദിവസം ചവിട്ടും കുത്തും ഏറും അടിയും കിട്ടി വയ്യാണ്ടായി. അപ്പോഴാണ് ചോദിക്കാൻ തോന്നിയത്, ഭഗവാനെ എങ്ങനെ ഇയാളെ കൊല്ലാന്ന്. ഇത് 1-ാം ദിവസം ചോദിച്ചാൽ മതി. ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ കയ്യും പിടിച്ചിട്ട് നടന്നു പോകുമ്പോൾ ചോദിച്ചാൽ മതി. അവിടെ എത്തിയിട്ട് പോലും വേണ്ട, ഇതൊക്കെ പ്ലാൻ ചെയ്ത് പോകാം. ചെയ്തില്ല. അഹങ്കാരം, എന്നെക്കൊണ്ട് സാധിക്കും എന്ന അഹങ്കാരം. 27 ദിവസം കൊണ്ട് തല്ലുകൊണ്ടു. എന്നിട്ട് 27-ാമത്തെ ദിവസം ചോദിച്ചു എങ്ങനെയാ കൊല്ലുകയെന്ന്. അപ്പം എന്താ, അപ്പോഴും അഹങ്കാരമുണ്ട്, ചമ്മലുണ്ട്, പുഴുവ ശ്രദ്ധിച്ചില്ല, കീറിയിടുന്നതേ കണ്ടുള്ളൂ. അതുകൊണ്ട് എന്താ, കീറിയിട്ട് വീണ്ടും കൂടി അന്നും തല്ലുകൊണ്ട് ചാവായി. ചുരുക്കി പറഞ്ഞാൽ അന്ന് രാത്രിയെ പോയി ചോദിക്കുന്നത്, അല്ല പിറ്റേ ദിവസം കാണിച്ചു കൊടുക്കും. അത് കീറിയിട്ട് ഇടുന്ന രീതി അപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പം ഭഗവാൻ എപ്പോഴും ഇത് കാണിച്ചു തരാൻ തയ്യാറാണ്, നമ്മൾ ചോദിക്കാൻ തയ്യാറല്ല, ശ്രദ്ധയുമില്ല നമുക്ക്. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ മനുഷ്യന് ചിലപ്പോൾ അതിനുള്ളൊരു പക്വതയൊന്നും ഉണ്ടാവണമെന്നില്ല. നാരായണീയം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിൽ കൂടെ നമുക്ക് കിട്ടേണ്ടത്, ജീവൻ അവസാനിക്കാൻ പോകണം, ടുഡേ ഈസ് ദ ലാസ്റ്റ് ഡേ എന്ന് നമുക്ക് വരികയാണെങ്കിൽ നമ്മളാ ജീവിതത്തിനെ, ആ ഉള്ള സമയത്തിനെ എങ്ങനെ പക്വമായിട്ട് ഉപയോഗിക്കും, അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടൊരു മാർഗനിർദ്ദേശമാണ് നാരായണീയത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. അത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും.